തൊഴിലാളി സമരത്തിനു പിന്നാലെ നടപടികൾ ആരംഭിച്ച് തൊഴിൽ വകുപ്പ്. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞവർക്കെതിരെ നടപടി സ്വീകരിക്കും. 203 കരാറുകാരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകും. വിഷ്ണു, എങ്ങനെയാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്? അക്ഷയ, നേരത്തെ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്ന് ഇവർക്ക് അർഹമായ ശമ്പളവും അതോടൊപ്പം തന്നെ മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കണം എന്നതായിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ചായിരുന്നു തൊഴിലാളികൾ സമരം നടത്തിയതും പിന്നീട് അത് അക്രമാസക്തമാവുകയും ചെയ്തത്. അന്ന് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഉന്നതതല സമിതിയും ഒരു തീരുമാനത്തിലെത്തിയിരുന്നു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വിശദമായി പഠിക്കുമെന്ന്. ഇപ്പോൾ ആ ഉന്നതാധികാര സമിതി അല്ലെങ്കിൽ ഉന്നതതല സമിതി അത് പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൊഴിൽ വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും സ്ഥാപനങ്ങൾക്ക് ജീവനക്കാരെ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്കാണ് ആദ്യ പൂട്ട് വീണിരിക്കുന്നത്. 203 കരാറുകാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിയമലംഘനത്തിന് 1.16 കോടി രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇവർ ഗുരുതരമായ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി വേജ് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ആവശ്യങ്ങളിൽ പലതും ഇപ്പോൾ തൊഴിൽ വകുപ്പിന്റെ ആക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകിയത്.